Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് നടക്കാനുള്ളത്. സോ അതിന്റെ ഭാഗമായിട്ടുള്ള സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്ന റിക്വസ്റ്റ് ആയിരുന്നു നല്ലൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. സോ കഴിഞ്ഞ ദിവസം നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തുടനെങ്കിൽ കാണാം, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഇന്ന് മുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആരംഭിക്കുകയാണ്. സോ ബികോം 6th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ആൻഡ് GST. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് essay ടോപ്പിക്സ്, ദെൻ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം. രണ്ട് സബ്ജക്റ്റിന്റെ മിക്സ് ആണ് ഇൻകം ടാക്സ് ആൻഡ് GST. സോ ഇൻകം ടാക്സിൽ നിന്ന് എത്രത്തോളം പെർസെൻറ്റേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, GSTയിൽ നിന്ന് എത്രത്തോളം പെർസെൻറ്റേജ് പ്രതീക്ഷിക്കാം, പ്രോബ്ലത്തിന്റെ എലമെന്റ് എത്രത്തോളം വരും, തിയറി എങ്ങനെ പഠിക്കണം. സോ ഇതൊക്കെ 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ ബികോം 6th സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ആൻഡ് GST, ദെൻ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഈ 2 സബ്ജക്റ്റിന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്ട് ഇൻകം ടാക്സ് ആൻഡ് GST. ആസ് യൂഷ്വൽ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ആദ്യത്തെ 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. നമ്മൾ 5th സെമസ്റ്ററിൽ പഠിച്ച സബ്ജക്റ്റിന്റെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. ലാസ്റ്റ് 3 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് GST ആണ്. അപ്പോൾ ഇങ്ങനെ ഇൻകം ടാക്സിന്റെ കണ്ടിന്യൂഷനും ദെൻ GSTയും രണ്ടും കൂടിയിട്ടുള്ള ഒരു മിക്സ് പേപ്പറാണ് നമുക്ക് 6th പഠിക്കാനല്ലേ. ദെൻ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എസ്സേനെ പറ്റിയിട്ടാണ്. സോ എസ്സേ 4 എസ്സേയിൽ ചില സമയത്ത് 2 എസ്സേ GSTയിൽ നിന്നും 2 എസ്സേ ഇൻകം ടാക്സിൽ നിന്നും വരാറുണ്ട്. ദെൻ ചില സമയത്ത് 3 ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ഡിറക്റ്റ് ടാക്സ് ഇൻകം ടാക്സിൽ നിന്നും ഒരെണ്ണം മാത്രം GSTയിൽ നിന്ന് വന്നുള്ള ചരിത്രമുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലും ഏകദേശം ഒരു ഈക്വൽ ആണ് കണ്ടുവരാറ്. 2 GST 2 ഇൻകം ടാക്സ്. ദെൻ അതിലെ 4 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം പ്രോബ്ലം ആയിരിക്കും. അത് എല്ലാ പ്രാവശ്യം അതിനൊരു മാറ്റവും ഇല്ല. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം, ടോട്ടൽ ഇൻകത്തിന്റെ ഒരു പ്രോബ്ലം ഇൻകം ടാക്സിൽ നിന്ന്, അത് മസ്റ്റാണ്. പിന്നെ ബാക്കി 3 ചോദ്യങ്ങൾ. ആ 3 ചോദ്യങ്ങൾ ഇപ്പോൾ നമുക്ക് തിയറി എന്ന് പറയുമ്പോൾ ഇത് ലോയാണ്, ടാക്സ് ലോയാണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റോ അതല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റോ പഠിക്കുന്ന പോലെ അത് വെറുതെ തലേദിവസം വായിച്ചിട്ട് എഴുതാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഈ പറയുന്ന GST. വളരെയധികം കൺസെപ്റ്റുകൾ മനസ്സിലാക്കി, ഞാൻ പറഞ്ഞു GST എന്ന് പറയുന്നത് ലോ ആയതുകൊണ്ട് തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി പ്രസന്റ് ചെയ്യേണ്ടതാണ്. തലേദിവസം ഒന്നും പഠിച്ച് ഇത് പ്രസന്റ് ചെയ്ത് പാസ്സാകാൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കണം. ഓക്കെ, സോ ഇങ്ങനെയാണ് എസ്സേ കണ്ടുവരാറ്. ദെൻ ബാക്കി പാർട്ടിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ പാർട്ട് എയിൽ ടോട്ടൽ 15 ചോദ്യത്തിലെ 8 ചോദ്യം ഇൻകം ടാക്സും 7 ചോദ്യം GSTയിൽ നിന്നും വരാറുണ്ട്. ഇതുപോലെ തന്നെ പാർട്ട് ബിയുടെ കേസിലോട്ട് പോവുകയാണെങ്കിലും ഏകദേശം ഒരു ഈക്വൽ പ്രൊപ്പോർഷനിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ രീതിയിൽ നമുക്ക് 3 പാർട്ടും ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇൻകം ടാക്സ് 5th നിങ്ങൾ പഠിച്ചത് 5 ഹെഡ്സ് ആണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് 5th ഇൻകം ടാക്സ് ആ 5 ഹെഡ്സിലൂടെ നല്ല രീതിയിലൊന്ന് കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഇവിടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 5 ഹെഡ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വരും. ഇൻകം ഫ്രം സാലറി, HP, ഡെപ്തിലെങ്കിലും അതൊക്കെ കൂടിയിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ പറയുന്ന ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് ഡിഡക്ഷൻസ് കുറച്ച് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ. അപ്പോൾ ഇൻകം ഫ്രം സാലറിയുടെ കാര്യങ്ങൾ അറിയണം,
HP, PGBP, ക്യാപിറ്റൽ ഗെയിൻ, അതുപോലെ തന്നെ അതർ സോഴ്സ്, ഇതൊക്കെ ഒന്ന് ഓടിച്ചു പോയിട്ട് പിന്നെ ഇതിലോട്ട് കടക്കാം. അതല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഇൻകം ടാക്സ് കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രോബ്ലംസ് ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ, ടോട്ടൽ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ, ദെൻ അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുക. ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 1 പ്രോബ്ലംസ് ഉണ്ട്, തിയറി ഉണ്ട്. മൊഡ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നത് ഇൻകം ടാക്സ് അതോറിറ്റീസ്. അവിടെ തിയറി ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെയാണ് ടാക്സ് ഫയൽ ചെയ്യുക, റിട്ടേൺ അതോറിറ്റീസ്, അസസ്മെന്റിന്റെ ഒക്കെ തിയറി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. essay 2 മാർക്സ്, 5 മാർക്സ്, 3 പാർട്ടിൽ നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. ഓക്കെ, ദെൻ പിന്നെ GSTയുടെ ഏരിയ വരുന്നു. GST മൊഡ്യൂൾ നമ്പർ 3ൽ നിന്ന് നമ്മൾ എന്തായാലും ഒരു essay പ്രതീക്ഷിക്കുന്നുണ്ട്. 2 മാർക്സ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ, അതുപോലെ തന്നെ 5 മാർക്സും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചങ്ക് മൊഡ്യൂൾസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 3 മൊഡ്യൂൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളത്. അതിൽ നിന്നാണ് ഒരു 70% ചോദ്യങ്ങളും കണ്ടുവരാം, ആദ്യത്തെ 3 മൊഡ്യൂൾ. കാരണം ഈ പറയുന്ന ഇൻകം ടാക്സിലെ 2 മൊഡ്യൂളിൽ നിന്നും നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരും. GSTയിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരാറ് മൊഡ്യൂൾ നമ്പർ 3, ആ ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, പിന്നെ രജിസ്ട്രേഷനും ലാസ്റ്റ് പേയ്മെന്റ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി ആൻഡ് അതർ എമൗണ്ട്സ്. അപ്പോൾ ഈ 3 മൊഡ്യൂള് ലാസ്റ്റ് GSTയുടെ കാണുന്നതിൽ ആ മൊഡ്യൂൾ നമ്പർ 3 തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ രജിസ്ട്രേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻകം ടാക്സിൻ്റെ കണ്ടിന്യൂഷനിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടിനേക്കാൾ മുമ്പുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 2 മാർക്സും 5 മാർക്സിൻ്റെ തിയറി ചോദ്യങ്ങൾ ഒരുപാട് വരും, എസ്പെഷ്യലി 2 മാർക്സ്. സോ ആദ്യം അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്താണ്, അല്ലെങ്കിൽ ഡീംഡ് ഇൻകം എന്താണ്, തിയറി 2 മാർക്കിൻ്റെ നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് 2 മാർക്കിന് വരുമ്പോൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക അതുപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, 2 മാർക്സിൻ്റെയിലാണ് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നത് എന്താണ് ഡീംഡ് ഇൻകം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണ്, 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്. അപ്പോൾ 2 മാർക്സിൻ്റെ ചോദിച്ചാൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് പഠിച്ചു വയ്ക്കുക, ക്ലബിങ്. ദെൻ ക്ലബിങ്ങിൽ പലരുടെയും ഇൻകം ക്ലബ് ചെയ്യുന്നത് നമുക്കിതിൽ പഠിക്കാനുണ്ട്. അതിൽ മൈനർ ചൈൽഡ് ഏതെങ്കിലും ഒരാളുടെ ക്ലബിങ്ങിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്, എസ്പെഷ്യലി മൈനർ ചൈൽഡിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കി പഠിക്കണം. സെക്ഷൻ 64 എന്താണ് സബ്സെക്ഷൻ 1A എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൈനർ ചൈൽഡിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതൊന്ന് നോക്കാം കേട്ടോ. സ്പൗസിൻ്റെ ഉണ്ട്, അതും നോക്കാം. അപ്പോൾ ക്ലബിങ് എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. 2 മാർക്സിൻ്റെയിലാണ് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്ലബിങ് ഓഫ് ഇൻകത്തിൻ്റെ തിയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മൾ തിയറിയാണ് കണ്ടുവരാറ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, എഗെയിൻ തിയറി 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ളതാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ 5 മാർക്കിൻ്റെയും ചോദിക്കാം എന്താണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഈ 2 കൺസെപ്റ്റുകളും എടുത്ത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ 3 ടോപ്പിക്സും തിയറിയിൽ മാറി മാറി വരുന്നതാണ്. ആദ്യം അഗ്രിഗേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡീംഡ് ഇൻകം പറഞ്ഞു, പിന്നെ രണ്ടാമത് നമ്മൾ ക്ലബിങ് പറഞ്ഞു, പിന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് പറഞ്ഞു. ഈ 3 ടോപ്പിക്കിലെ 2 ടോപ്പിക് എല്ലാ പ്രാവശ്യം ഈ പറയുന്ന 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആണ്. നിർബന്ധമായും ഇത് പഠിച്ചിരിക്കണം, തിയറി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഡിഡക്ഷൻസ് ആണ് വരുന്നത്. ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്, 2 മാർക്സ് ചോദ്യം. ടോട്ടൽ ഇൻകം എന്താണ്, 2 മാർക്സ് ചോദ്യം. ദെൻ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം അണ്ടർ സെക്ഷൻ 80C to 80U. നമുക്ക് essay തിയറി ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഡിഡക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇൻഡിവിജ്വലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഡക്ഷൻസ് പഠിച്ചു വയ്ക്കുക. അതല്ലാണ്ട് കൂടുതൽ എക്സാമിന് ചോദിക്കാറുള്ള ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് 80C 80G, ഇത് 2 മാറി മാറി കണ്ടുവരാറുള്ളതാണ്. 80G 5 മാർക്കിൻ്റെ വരാറുണ്ട്, 80C 5 മാർക്കിൻ്റെ വരാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഡിഡക്ഷൻസ് പഠിക്കുമ്പോൾ 80C to 80U ഇൻഡിവിജ്വലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഡക്ഷൻസ് നോക്കി പഠിക്കുക. അതല്ലാണ്ട് വലിച്ചു വാരി പഠിക്കരുത്. ഇതൊക്കെ നമുക്ക്
പഠിച്ച് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കണമല്ല. ഇൻഡിവിജ്വലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഡക്ഷൻസ് ഫോക്കസ് ചെയ്യാം. അപ്പം അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഡിഡക്ഷൻസിൽ 80C വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 80Cയുടെ ആ കൺസെപ്റ്റ് നോക്കി വെക്കുക, നമുക്ക് എക്സാമിന് വരാറുണ്ട്. 80C ഞാൻ കുറച്ച് ഡിഡക്ഷൻസ് ഇത് നോക്കേണ്ടത് പറഞ്ഞാൽ 80C, CCC, CCD, പിന്നെ 80D നോക്കേണ്ടതാണ്. ഇതൊക്കെ ഈ പറയുന്ന ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. 80D വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനുശേഷം 80E നോക്കണം. 80G സെപ്പറേറ്റ് തിയറി ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അതിൻ്റെ പ്രോബ്ലംസും പഠിച്ചു വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് നമുക്ക് 80G കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യേണ്ടത് 80QQB റോയൽ ഡി, 80RRB, 80QQB നോക്കണം, RRB നോക്കണം, 80TTA, 80TTB, പിന്നെ 80U. അപ്പം മിനിമം ഞാൻ ഈ പറഞ്ഞ ഡിഡക്ഷൻസിലോട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചിരിക്കണം ഇത്രയെങ്കിലും. അതാണ് കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവരാറുള്ളത്, ഞാൻ ഇതുവരെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതിലിപ്പോൾ ഈ പറയുന്ന 80Gയും 80Cയും കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് സെപ്പറേറ്റ് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ഈ പറയുന്ന ഡിഡക്ഷൻ. ദെൻ അതിനുശേഷം നമ്മൾ 5 മാർക്കിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം കണ്ടുവരാറുണ്ട്. എല്ലാ പ്രാവശ്യം നിർബന്ധമായും പഠിക്കണം, പറയേണ്ട ആവശ്യമില്ല ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ദെൻ അതിനുശേഷം SAക്ക് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ഒരു പ്രോബ്ലം, ചിലപ്പോൾ അസസ്മെൻറ്റ് ഓഫ് എന്താണ് ഇൻഡിവിജ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ലൈബിലിറ്റി കൂടി കാണാൻ പറയും. മിക്കതും ടോട്ടൽ ഇൻകം വരെയാണ് ചോദിക്കാറുള്ളത്. ചില സമയത്ത് മാത്രം ടാക്സ് ലൈബിലിറ്റി കൂടി കാണാൻ പറയാറുണ്ട്. മോസ്റ്റ്ലി ടോട്ടൽ ഇൻകം വരെയാണ് പറയാറ്. ഓക്കെ, അപ്പോൾ ഈ ടാക്സ് ലൈബിലിറ്റി കൂടി കാണണമെങ്കിൽ ആ സ്ലാബ് വെച്ചിട്ട് നമ്മൾ അതും കൂടിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 5 മാർക്കിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു പ്രോബ്ലം. ദെൻ SAക്ക് കമ്പൽസറി ആണ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. അതില്ലാത്തതില്ല, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു പ്രോബ്ലം അതാണ്. നെക്സ്റ്റ് റിബേറ്റ്സ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യം. ദെൻ സർചാർജ് എന്താണ്, 2 മാർക്സ് ചോദ്യം. മാർജിനൽ റിലീഫ് എന്താണ്, 2 മാർക്സ് ചോദ്യം. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. ഇതൊക്കെ 2 മാർക്കിൻ്റെ കണ്ടുവരാറുള്ള ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്താണ് ഈ ഒരു ഏരിയയിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങൾ. പിന്നെ അഡ്വാൻസ് ടാക്സ് എന്താണ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്താണ്, അതുപോലെ തന്നെ TDS എന്താണ്, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ചോദ്യങ്ങളാണ്. TCS എന്താണ്, TDS എന്താണ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്താണ്, ഇതൊക്കെ എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കണം. 2 മാർക്കിൻ്റെ വരാറുണ്ട്, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെയിലും കണ്ടുവരാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് SA 2 മാർക്സ് ചോദ്യങ്ങൾ, 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, ഇതൊക്കെ വരാറുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നോക്കിക്കോ, എക്സാമിന് ഉണ്ടായിരിക്കും. റിപ്പീറ്റ് ആണ് കേട്ടോ, സ്കിപ്പ് ചെയ്യാനില്ല ഈ പറഞ്ഞതിൽ നിന്നും. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, ഇൻകം ടാക്സ് അതോറിറ്റീസ്. എഗെയിൻ 2 മാർക്സ്, 5 മാർക്സ്, SA 3 പാർട്ടിലും നമുക്ക് തിയറി ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. സോ ഇതിലാദ്യം SAക്കും 5 മാർക്കിൻ്റെയും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ് ലിസ്റ്റ് ഔട്ട് വാരിയസ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, 5 മാർക്കിൻ്റെ ചോദ്യം. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദി പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, ഇതും റിപ്പീറ്റ് ആണ്. ഈ 2 ടോപ്പിക്കും നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ലിസ്റ്റ് ഔട്ട് വാരിയസ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്നുള്ളത് 5 മാർക്കിൻ്റെ ആണെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കും 5 മാർക്സിൻ്റെ. SAക്ക് ആണെങ്കിൽ എന്താ ഈ പറയുന്ന പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, അതിൽ എസ്പെഷ്യലി CBDT എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം CBDT. അതുപോലെ തന്നെ അവരുടെ പവേഴ്സ്, ഈ പറയുന്ന CBDT ആണല്ലോ അപ്പെക്സ് അതോറിറ്റി, അവരുടെ പവേഴ്സ്, അവരെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ റിപ്പീറ്റ്, ഇൻകം ടാക്സ് അതോറിറ്റീസിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്ക്, അതിൽ ലിസ്റ്റ് ഔട്ട് വാരിയസ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, CBDT എന്താണ്, അവരുടെ പവേഴ്സ് എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിക്കുക, അവരുടെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് അതിൽ ആദ്യം പറയാനുള്ളത്. പിന്നെ ആരാണ് അസസിങ് ഓഫീസർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസർ, 2 മാർക്കിൻ്റെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ഭാഗത്തിൽ പഠിക്കുക. പിന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, സിമ്പിളായിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്തായാലും പഠിക്കണം.
അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡ്യൂ ഡേറ്റ്സ് കാര്യങ്ങൾ. അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്താണ്, അതിനെ റിലേറ്റ് ചെയ്ത് അതിൻ്റെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ നിർബന്ധമായും പഠിക്കുക. 2 മാർക്കിൻ്റെയും ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിൻ്റെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പ്രൊസീജിയർ ഓഫ് കളക്ഷൻ ഓഫ് അഡ്വാൻസ് ടാക്സ്, അത് നോക്കിക്കുക. ഇനി നെക്സ്റ്റ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് നോൺ SSC ഇൻ ഡിഫോൾട്ട് എന്താണ്, ആരാണ്? 2 മാർക്സിൻ്റെ ചോദ്യമാണ്. SSC ഇൻ ഡിഫോൾട്ട് നിർബന്ധമായും പഠിക്കുക. 2 മാർക്കിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് റിക്കവറി ഓഫ് ടാക്സ് എന്താണ്, ദെൻ മോഡ്സ് ഓഫ് റിക്കവറി. 2 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ SC ആയിട്ട് ചോദിച്ചതാണ്. റിക്കവറി ഓഫ് ടാക്സ് എന്താണ്, എക്സ്പ്ലെയിൻ വാരിയസ് മോഡ്സ് ഓഫ് റിക്കവറി. ഓക്കെ, SCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ്, നിർബന്ധമായി അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. എന്താണ് വീണ്ടും ചോദിക്കാം. നെക്സ്റ്റ് TDS എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 2 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ പഠിക്കുക, വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, TDS ഇതൊക്കെ 2 മാർക്സിന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന പോലെ. അതുപോലെ തന്നെ TCS എന്താണ്, 2 മാർക്സ് ചോദ്യം. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. നെക്സ്റ്റ് SAക്കും 5 മാർക്സിനും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ്, ടോപ്പിക്കാണ് അസസ്മെൻറ്റ് പ്രൊസീജിയർ ഫൈലിംഗ് ഓഫ് റിട്ടേൺ. ഫൈലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്, ഫൈലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്, അതിൻ്റെ പ്രൊസീജിയർ SAക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അതിലോട്ട് പോണേക്കാൾ മുമ്പ് നമുക്ക് ആദ്യം റിട്ടേൺ ഓഫ് ഇൻകം എന്താണെന്ന് കാണാം. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ നിർബന്ധമായും പഠിക്കുക. 5 മാർക്കിൻ്റെയോ SAക്കോ ഒക്കെ ചോദിക്കാം. എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ, പലതരത്തിലുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ട്. ദെൻ അതിലെ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെയും ചോദിക്കാം. മാൻഡേറ്ററി റിട്ടേൺ എന്താണ്, വോളണ്ടറി റിട്ടേൺ എന്താണ്, ഇതൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെയും എക്സ്പെക്ട് ചെയ്യാം. നിർബന്ധമായും പഠിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ ഞാൻ പറഞ്ഞു പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫൈലിംഗ് ഓഫ് റിട്ടേൺ എന്താണെന്നുള്ളതാണ്. ഫൈലിംഗ് ഓഫ് റിട്ടേൺ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെയും ചോദിക്കാം. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റിവൈസ്ഡ് റിട്ടേൺ, ഡിഫക്റ്റീവ് റിട്ടേൺ ഇതൊക്കെ പഠിക്കണം. പിന്നെ റിട്ടേൺ ഓഫ് ലോസ് എന്താണ്, ബിലേറ്റഡ് റിട്ടേൺ 2 മാർക്കിൻ്റെയിൽ വരാറുണ്ട്. അപ്പോൾ റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേൺ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് റിട്ടേൺ പഠിക്കണം. അതിൽ ഫൈലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്, അതിൻ്റെ പ്രൊസീജിയർ എടുത്ത് പഠിക്കും വേണം. ഓക്കെ, ദെൻ പാൻ എന്താണ്, പാൻ 2 മാർക്കിൻ്റെ ചോദിക്കാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം. പിന്നെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്താണ് കോട്ടിംഗ്, പാൻ ഈസ് കമ്പൾസറി എന്താണ്, കുറച്ച് ട്രാൻസാക്ഷന് പാൻ കമ്പൾസറി ആണ്. അപ്പോൾ ഏതൊക്കെ ട്രാൻസാക്ഷനാണ് പാൻ കമ്പൾസറി എന്നുള്ളത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം. ഇതിൽ കുറച്ച് ഒരു 10-11 പോയിന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 4-5 എണ്ണെങ്കിലും നോക്കി വയ്ക്കുക കേട്ടോ, 2 മാർക്കിൻ്റെയൊക്കെ ചോദിച്ചാൽ. അപ്പോൾ പാൻ എന്തായാലും പഠിക്കണം, ഏതൊക്കെ കാര്യങ്ങൾക്ക് പാൻ കമ്പൾസറി ആണെന്നുള്ളതും നോക്കി വയ്ക്കുക. ഇതൊക്കെ ഉണ്ടായിരിക്കും എക്സാമിന്, പഠിക്കണം എന്തായാലും. നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അസസ്മെൻറ്റ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അസസ്മെൻറ്റിലെ ഏതെങ്കിലും ഒരു ടൈപ്പ് 2 മാർക്കിനിൽ വരും. അത് മാത്രമല്ല തിയറി ആയിട്ട് 5 മാർക്കിനും പ്രതീക്ഷിക്കാം. SAക്കും സ്കോപ്പുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് അസസ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് പഠിക്കണം. ഒന്നുകിൽ ഏതെങ്കിലും ഒരു അസസ്മെൻറ്റ് 2 മാർക്കിനിൽ വരാം, അതല്ലെങ്കിൽ നമുക്ക് 5 മാർക്കിനും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്താണ് അസസ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റിൽ സെൽഫ് അസസ്മെൻറ്റ് ഉണ്ട്, റെഗുലർ അസസ്മെൻറ്റ്, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്, റീ അസസ്മെൻറ്റ്, പ്രിക്വേഷണറി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്, റിപ്പീറ്റ് ആണ്. അപ്പോൾ അസസ്മെൻറ്റ്, റെഗുലർ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് റിപ്പീറ്റ് ആണ് കേട്ടോ. 2 മാർക്സിൻ്റെ പലപ്പോഴും വരാറുണ്ട്. നമുക്കിത് 5 മാർക്കിൻ്റെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് എന്ന് ചോദിച്ചിട്ടും പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് SA തിയറി കമ്പൾസറി ആയിട്ടുണ്ടാവും. ഏതൊക്കെയാണ് കണ്ടുവരാറ്, ഈ പറയുന്ന ഇൻകം ടാക്സ് അതോറിറ്റീസിനെ പറ്റിയിട്ടുള്ള essay ചോദിക്കാം, റിട്ടേണിനെ പറ്റിയിട്ട് ചോദിക്കാം, അസസ്മെൻറ്റും ചോദിക്കാം. ശരി, ഈ 3 ടോപ്പിക്സിലെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരാറ് ഈ പറയുന്ന ഇൻകം ടാക്സ് അതോറിറ്റീസ്, അതുപോലെ തന്നെ റിട്ടേണുമാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ, ഫൈലിംഗ് ഓഫ് റിട്ടേൺ, അതിൻ്റെ പ്രൊസീജിയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അസസ്മെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങളാണ്. പാൻ നിർബന്ധമായും പഠിക്കേണ്ടതാണ്.
റിട്ടേൺ ഓഫ് ലോസ്, ബിലേറ്റഡ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റി വയ്ക്കാനില്ല. നല്ല രീതിയിൽ പഠിച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഇൻകം ടാക്സ് പാർട്ട്. നമ്മുടെ ചങ്ക് മൊഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 ചങ്ക. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് തന്നെ പഠിച്ചാൽ നിങ്ങൾ പാസ്സായി അവിടെ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3 ജി എസ് ടി ലോയാണ്. ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ വലിച്ചു വാരി പഠിക്കരുത്. നമ്മുടെ ബുക്കിലാണെങ്കിൽ പ്രസൻറ്റേഷൻ എന്താ പറയുക, വലിയൊരു സബ്ജക്റ്റിനെ ഇങ്ങനെ ഞെക്കി തിരികെ കയറ്റി വെച്ചിരിക്കുകയാണ്. GST എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു സബ്ജക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ പഠിക്കാനുള്ളതാണ്. അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രം ഇങ്ങനെ തിരക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കുകയും വേണം, കൺസെപ്റ്റ് ചോർന്നു പോകാതെ കണ്ട്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളത് ഇൻട്രൊഡക്ഷൻ മൊഡ്യൂൾ തന്നെയാണ്, മൊഡ്യൂൾ നമ്പർ 3 GST. അപ്പോൾ എന്താണ് GST? 2 മാർക്സിൻ്റെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഇവല്യൂഷൻ തിയറി നോക്കി വയ്ക്കണം. ദെൻ GSTയുടെ ഫീച്ചേഴ്സ്, GSTയുടെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇതാണ് essay. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നോക്കിക്കഴിഞ്ഞാൽ എന്താണ് GST, അതിൻ്റെ ഫീച്ചേഴ്സ്, എക്സ്പ്ലെയിൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ ഇവല്യൂഷനും വെച്ചിട്ട് ഇതന്നെയാണ് എല്ലാ പ്രാവശ്യം essayക്ക് മാറി മാറി വരാം. ചിലപ്പോൾ മാത്രമാണ് ഒന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒരു ഇടാറ്. അപ്പോൾ ഈ പറയുന്ന 4 essayയിൽ ഒരെണ്ണം ടോട്ടൽ ഇൻകത്തിൻ്റെ പ്രോബ്ലം, മറ്റൊരെണ്ണം ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 2 ഒരു തിയറി, പിന്നെ 2 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ 2 GSTയിൽ നിന്ന് ഇടും, അതല്ലെങ്കിൽ ഈ പറയുന്ന GSTയിൽ നിന്ന് ഒരെണ്ണം ഇടാറുള്ളൂ. അപ്പോൾ ആ ഇടുന്നത് മിക്കതും ഈ പറയുന്ന ടോപ്പിക്കാണ്. ചില സമയത്തൊന്നും മാറ്റി പിടിക്കാറുണ്ട്, സപ്ലൈയിൽ ഏതെങ്കിലും ഒരെണ്ണം ഇടാറുണ്ട്. അതർവൈസ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് GST എന്താണ്, അതിൽ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST, ഇതൊക്കെയാണ് കണ്ടുവരാറ് കേട്ടോ. ഇനി 2 മാർക്സിൻ്റെ ചോദ്യം, GST കൗൺസിൽ എന്താണ്? 2 മാർക്സ് ചോദ്യം പറഞ്ഞു ഞാൻ. നെക്സ്റ്റ് സ്കോപ്പ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് GST നിർബന്ധമായും പഠിച്ച് വയ്ക്കുക, വരാറുള്ള ടോപ്പിക്കാണ്. പിന്നെ അതിൽ നോക്കേണ്ടത് അഡ്വാൻറ്റേജസ് നോക്കുക, ഞാൻ പറഞ്ഞു. ഇനി GST ഒക്കെ വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമുള്ളത് നോക്കി പഠിക്കുക, ഡിസഡ്വാൻറ്റേജസ് നോക്കുക, SAയ്ക്കൊക്കെ വരാം. GST എന്താണെന്ന് നോക്കുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST, CGST എന്താണ്, SGST എന്താണ്, UTGST എന്താണ്, IGST എന്താണ്, ഇതൊക്കെ 2 മാർക്കിലും വരും. ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് 5 മാർക്കിൻ്റെയല്ലോ, SAയ്ക്കും ഒക്കെ ചോദിക്കാം. റേറ്റ്സ് ഓഫ് GST ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, റേറ്റ്സ് ഓഫ് GST ഒറ്റ പ്രാവശ്യം. പിന്നെ നെക്സ്റ്റ് ടാക്സബിൾ പേഴ്സൺ ആരാണ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണ്, 2 മാർക്കിൻ്റെ ചോദ്യം, 2 നോക്കണം. ആരാണ് ടാക്സബിൾ പേഴ്സൺ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണ്. പിന്നെ അതിൽ ഈ പറഞ്ഞ GSTRൻ്റെ ഫോം ഉണ്ട്, അതെന്താണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കും. ഇപ്പോൾ GSTR 1 എന്താണ്, GSTR 2, GSTR 3, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക എന്താണെന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് 2 മാർക്സ് ചോദ്യം, സീറോ റേറ്റഡ് സപ്ലൈ എന്താണ്, സപ്ലൈ എന്താണെന്ന് പഠിക്കുക. സീറോ റേറ്റഡ് സപ്ലൈ എന്താണ്, അതുപോലെ തന്നെ മിക്സഡ് സപ്ലൈ എന്താണ്, കോമ്പോസിറ്റ് സപ്ലൈ എന്താണ്, ഇതൊക്കെ 2 മാർക്ക് ചോദ്യങ്ങളിൽ വരാറുള്ളതാണ്. ഐ റിപ്പീറ്റ്, സീറോ റേറ്റഡ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ, സപ്ലൈ എന്താണ്, ഇതൊക്കെ നോക്കി വയ്ക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് GSTN എന്താണ്, GST നെറ്റ്വർക്കിനെയാണ് പറയുക, GSTN എന്താണ്, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. പിന്നെ ഇതിൽ പറയാനുള്ളത് ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്, കാസ്കാഡിംഗ് ഇഫക്റ്റ് എന്താണ്, ഇതൊക്കെ ബേസിക്സ് ആണ്. കാസ്കാഡിംഗ് ഇഫക്റ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, പിന്നെ GST ഡിഫറെൻറ്റ് ടൈപ്സ് ഞാൻ പറഞ്ഞു, സീറോ റേറ്റഡ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, അതൊക്കെ നോക്കാൻ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത് സപ്ലൈയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ടൈം ഓഫ് സപ്ലൈ എന്താണ്, വാല്യൂ സപ്ലൈ എന്താണ്, പ്ലേസ് ഓഫ് സപ്ലൈ എന്താണ്, 3 സപ്ലൈ ആണ്. അതിൽ ടൈം ഓഫ് സപ്ലൈനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു. മിക്കതും GST എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST, അതിൻ്റെ ഇവല്യൂഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് SAയ്ക്ക് വരാറുണ്ടെന്ന് പറഞ്ഞു. അതല്ലാണ്ടൊന്ന് മാറ്റി പിടിക്കാൻ അവർ ഒരു പ്രാവശ്യം നോക്കിയിട്ട് അവരിട്ടുള്ള essay എന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഒരു പ്രാവശ്യം പിന്നെ തിയറിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ടൈം ഓഫ് സപ്ലൈ, അപ്പോൾ ടൈം ഓഫ് സപ്ലൈ എന്താണ്, വാല്യൂ സപ്ലൈ എന്താണ്, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ എന്താണെന്നുള്ള 2 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ഭാഗത്തിലും പഠിക്കുക. പിന്നെ ടൈം ഓഫ് സപ്ലൈനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ തിയറിക്കും
നോക്കി വയ്ക്കുക. ഇതൊക്കെ തിയറിക്ക് തന്നെയാണ് കണ്ടുവരാറ് കേട്ടോ. ടൈം ഓഫ് സപ്ലൈ, വാല്യൂ സപ്ലൈ, ആ ഒരു രീതിയിൽ. സോ വലിയ ടോപ്പിക്കാണ്, വലിച്ചു വാരി പഠിക്കരുത്, നമ്മൾ ചുരുക്കി പഠിക്കുക. ഓക്കെ, ഈ രീതിയിൽ എന്താണെന്ന് നോക്കുക. പിന്നെ ടൈം ഓഫ് സപ്ലൈനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ ബേസിക്സ് ഓഫ് GST അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ ആ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ നോക്കണം. ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, കാസ്കാഡിങ് ഇഫക്റ്റ്, ഇതൊക്കെ നോക്കണം. പിന്നെ ഇതൊക്കെ തന്നെയാണ് കണ്ടുവരാറ്. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 4 പോകുന്നത്, രജിസ്ട്രേഷൻ. ശരിക്കും പറഞ്ഞാൽ GSTയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനാണെങ്കിലും ഇവരതൊന്നും നമ്മുടെ സിലബസിൽ ഇട്ടിട്ടില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഫോക്കസ് ചെയ്യാം. രജിസ്ട്രേഷനിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം 5 മാർക്കിൻ്റെയിലും വരാറുണ്ട്, 2 മാർക്കിൻ്റെയിലും വരാറുണ്ട്. വേണമെങ്കിൽ SAക്ക് ഇടാനുള്ള സ്കോപ്പ് ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞു കൂടുതൽ മൊഡ്യൂൾ നമ്പർ 3 ചോദ്യങ്ങളാണ് വരാറ്. രജിസ്ട്രേഷൻ എന്താണ്? രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് നോക്കിയിരിക്കണം. രജിസ്ട്രേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ GST രജിസ്ട്രേഷൻ SAക്ക് ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളത് ഒന്ന് മാറ്റി പിടിച്ചിട്ടുള്ളത് ഇതിൽ നിന്നാണ്. എന്താണ് ഈ പറയുന്ന GST രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ GST രജിസ്ട്രേഷൻ? 5 മാർക്കിൻ്റെയും ചോദിക്കാം, SAക്കും ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്താണ്? ഹു ക്യാൻ ക്യാൻസൽ? പിന്നെ ക്യാൻസലേഷൻ ഓഫ് ഫോംസ് ഓഫ് ക്യാൻസലേഷൻ. അപ്പോൾ ക്യാൻസലേഷനെ പറ്റിയിട്ടുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അത് 2 മാർക്കിൻ്റെയിലും വരാറുണ്ട്, 5 മാർക്കിൻ്റെയിലും വരാറുണ്ട്. ഐ റിപ്പീറ്റ്, രജിസ്ട്രേഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? GST രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ പേഴ്സൺസ് ഇൻക്ലൂഡിങ് രജിസ്റ്റർ ഫോർ GST. പിന്നെ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ രജിസ്ട്രേഷൻ. അതിനുശേഷം ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ, ആർക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഫോംസ് ഫോർ ക്യാൻസലേഷൻ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ പ്രൊസീജിയറാണ് മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്താണ്? 2 മാർക്ക്. അപ്പോൾ ക്യാൻസലേഷൻ്റെ പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ്, ഇതൊക്കെ നോക്കാം. ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ രജിസ്ട്രേഷൻ അത് നോക്കാൻ പറഞ്ഞു, ക്യാൻസലേഷൻ നോക്കാൻ പറഞ്ഞു, ക്യാൻസലേഷൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കുക. അതുപോലെ തന്നെ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്താണെന്നും നോക്കുക. ഇതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം ഉണ്ടാവും. 2 മാർക്സോ 5 മാർക്സോ ചിലപ്പോൾ SAക്ക് ഇടാം. രജിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ടാക്സ് ഇൻവോയ്സ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. അതുപോലെ തന്നെ ബിൽ ഓഫ് സപ്ലൈ എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ഡെബിറ്റ് നോട്ട് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ഇതൊക്കെ ആ രീതിയിൽ പഠിക്കുക, വലിച്ചു വരി പഠിക്കണ്ട. ക്രെഡിറ്റ് നോട്ട് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. അതുപോലെ തന്നെ HSN കോഡ് ഉണ്ട്, അതിൽ HSN എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ഇ-വേ ബിൽ എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ഇനി ഈ പറയുന്ന GSTയിലുള്ള റിട്ടേണിൻ്റെ കാര്യങ്ങളുണ്ട്. എന്താണ് റിട്ടേൺസ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST റിട്ടേൺ, ആ ഒരു ഏരിയ ഉണ്ട്. അതിൽ ഈ പറയുന്ന GSTR 2, 3 ഇതൊക്കെ എന്താണെന്ന് നോക്കി വയ്ക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST റിട്ടേണും ഉണ്ട്, അത് നോക്കാം കേട്ടോ. അതിനുശേഷം അതിൽ പലതരത്തിലുള്ള റിട്ടേണിൽ ഫസ്റ്റ് റിട്ടേൺ, ആനുവൽ റിട്ടേൺ, ഫൈനൽ റിട്ടേൺ, ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കുക. 2 മാർക്കിൻ്റെ ഒന്ന് വേണമെങ്കിൽ വരാം. റിപ്പീറ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് അല്ല. പിന്നെ ഇതിൽ നമുക്ക് നോക്കേണ്ട കാര്യം ഇൻട്രസ്റ്റ് പെനാൽറ്റി അണ്ടർ GST ആണ്. അപ്പോൾ പെനാൽറ്റി അണ്ടർ GST എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 4 പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും നമ്മുടെ മെയിൻ ഫോക്കസ് പോകേണ്ടത് രജിസ്ട്രേഷനിലോട്ടാണ്. ആദ്യം രജിസ്ട്രേഷൻ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ ക്യാൻസലേഷൻ, റിവോക്കേഷൻ, പിന്നെ അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞു GST റിട്ടേണിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST റിട്ടേൺ കാണാൻ സാധിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് GSTR 2, 3, 3B അതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിനിൽ വരാറുണ്ട്. ഒരെണ്ണം എന്തായാലും ഉണ്ടാവും എല്ലാ പേപ്പറിലും. അപ്പോൾ ഇത്ര നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഫസ്റ്റ് റിട്ടേൺ, ഫൈനൽ റിട്ടേൺ, ആനുവൽ റിട്ടേൺ എന്താണ്? 2 മാർക്കിൻ്റെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ എന്താണ് ഈ പറഞ്ഞ പെനാൽറ്റി, അതൊക്കെ നോക്കാം. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5. മൊഡ്യൂൾ നമ്പർ 5 ലാസ്റ്റ് മൊഡ്യൂളാണ്. അതിലാണ് പിന്നെയുള്ളത്. അതിൽ നിന്ന് നമുക്ക് കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഈ പറഞ്ഞ കണ്ടുവന്നിട്ടില്ല. 2 മാർക്സിൻ്റെ ഉണ്ടാവും ഏതെങ്കിലും. ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 3 and 4 പിന്നെയുള്ള ഏറ്റവും കൂടുതൽ 3 പിന്നെയാണ് 4.
ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി ആൻഡ് അതർ അമൗണ്ട്സ്, അതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ അതിൽ TDS എന്താണെന്നുള്ളത് നോക്കുക, അത് റിപ്പീറ്റാണ്. പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പറയേണ്ട ആവശ്യമില്ല, 2 മാർക്കിൻ്റെ റിപ്പീറ്റാണ്, നിർബന്ധമായും പഠിക്കണം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്, പിന്നെ അതിൽ റീഫണ്ട് ഓഫ് ടാക്സ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യം. ITC എന്താണെന്നുള്ള റിപ്പീറ്റാണ് കേട്ടോ, നിർബന്ധമായും പഠിക്കുക. പിന്നെ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ആണ് GST റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? അക്കൗണ്ട്സ് മസ്റ്റ് ബി മെയിൻറ്റൈൻഡ് അണ്ടർ GST, 2 മാർക്കിൻ്റെ നോക്കണം. അക്കൗണ്ട്സ് മസ്റ്റ് ബി മെയിൻറ്റൈൻഡ് അണ്ടർ GST, 2 മാർക്സ് ക്വസ്റ്റ്യൻ. ദെൻ അഗെയിൻ 2 മാർക്സ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് ലെഡ്ജർ എന്താണ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് മെയിൻറ്റൈൻഡ് ഇലക്ട്രോണിക് ലെഡ്ജർ. അതിൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ലൈബിലിറ്റി ലെഡ്ജർ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോട്ടീസ് ആൻഡ് ഓർഡർ ഫോർ ഡിമാൻഡ് ഓഫ് അക്കൗണ്ട്സ് പേയബിൾ, അതൊന്നും റിപ്പീറ്റ് അല്ല. ദെൻ പിന്നെ നമുക്ക് റിക്കവറി, പ്രോപ്പർ ഓഫീസ് റിപ്പീറ്റ് അല്ല. അതിൽ നിങ്ങൾക്ക് പിന്നെ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ കാണാം, വലിച്ചു വാരി നോക്കി നേരം കളയരുത് കേട്ടോ. അതൊന്നും ആ ഏരിയാസൊന്നും പിന്നെ അതിൻ്റെ അടിയിൽ കാണുന്നൊന്നും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറില്ല. ഇനി പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൽ റിക്കവറി, അതിന് ശേഷം ലാസ്റ്റ് ഏരിയയിൽ ഇൻസ്പെക്ഷൻ, സെർച്ച്, സീസ്, അറസ്റ്റ്, ഇതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിൻ്റെ വരാറുണ്ട്. ഇപ്പോൾ ഇൻസ്പെക്ഷൻ അണ്ടർ GST എന്താണ്, അതുപോലെ തന്നെ സെർച്ച് എന്താണ് അണ്ടർ GST, സീസ് ചെയ്യുക എന്താണ്, ഇതൊക്കെ എന്താണെന്ന് 2 മാർക്കിൻ്റെ വരാറുണ്ട്. അറസ്റ്റ് അണ്ടർ GST, ഫ്രോഡ് എന്താണ്, പിന്നെ ടാക്സ് ഇവേഷൻ എന്താണ്, ഇതൊക്കെ 2 മാർക്സിൻ്റെ നോക്കുക. അതുപോലെ തന്നെ പെനാൽറ്റീസ് അണ്ടർ GST, 2 മാർക്സിൻ്റെ നോക്കുക, പെനാൽറ്റി കേട്ടോ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം 2 മാർക്കിൻ്റെ വന്നിട്ടുള്ളത് ഓഡിറ്റ് എന്താണ്, അതുപോലെ തന്നെ അതിൽ സ്പെഷ്യൽ ഓഡിറ്റ് എന്താണെന്നുള്ള 2 മാർക്ക് ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റ് പവേഴ്സ് ഓഫ് CAG ആണ്. അപ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറയുന്ന ടോപ്പിക്കുകളാണ്. ഇൻസ്പെക്ഷൻ, സെർച്ച്, സീസ്, അറസ്റ്റ്, ഇതൊക്കെ എന്താണെന്ന് നോക്കുക. പെനാൽറ്റി എന്താണെന്ന് നോക്കുക. ഓഡിറ്റ്, സ്പെഷ്യൽ ഓഡിറ്റ് എന്താണ്, അതൊക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിക്കുക. അതല്ലാണ്ട് മുകളിൽ കാണുന്ന കുറേ കാര്യങ്ങൾ വലിച്ചു വാരികളുണ്ട്, അത് നോക്കി നേരം കളയരുത് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഏകദേശം ഡീറ്റെയിൽ എന്ന് പറയണത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ബട്ട് വലിച്ചു വാരി പഠിക്കാണ്ട് എന്ന് എന്താണ് ചുരുക്കി പഠിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ വേ ബിൽ എന്താണ്, HSN കോഡ് എന്താണ്, സാക്ക്, അങ്ങനെയുള്ള 2 മാർക്സ് ചോദ്യങ്ങളുണ്ട് കുറച്ച്, അതൊക്കെ നോക്കുക. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് ഇതിൽ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്താണ് ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഏകദേശം ഈക്വൽ പ്രപ്പോർഷനിലെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഡയറക്റ്റ് ടാക്സിൽ നിന്നും, എന്ന് വെച്ചാൽ ഇൻകം ടാക്സിൽ നിന്നും, അതുപോലെ തന്നെ ഈ പറയുന്ന GSTയിൽ നിന്നും, എല്ലാത്തിലും. SAക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 2 കിട്ടിയാൽ മതി. അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടോട്ടൽ കമ്പ്യൂട്ടേഷൻ്റെ പ്രോബ്ലം അവിടെ ഉണ്ടാവും, പിന്നെ ഒരു തിയറിയുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുണ്ടാവും, പിന്നെ ഒരു ചോദ്യം കൂടി ഉള്ളത് ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 3ൽ നിന്ന് കൂടുതൽ വരാറുണ്ട്, ബേസിക്സ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ 4ത്തെ രജിസ്ട്രേഷനും കണ്ടുവരാറുണ്ട്. ദെൻ മാറ്റി പിടിച്ചിട്ട് അവർ ഒരു പ്രാവശ്യം ടൈം ഓഫ് സപ്ലൈനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ മൊത്തം ഡീറ്റെയിൽസ്. അപ്പോൾ ഹൈ സ്കോറിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ശരിക്കും ഞാൻ ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? ഹൈ സ്കോറിലോട്ട്, ഇത് ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90% അബവ് മാർക്സ് ആണ്. ആ കാര്യങ്ങളാണ് പെറുക്കി പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ഉണ്ടായിരിക്കും അല്ലേ? പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ, അയ്യോ കുറച്ചും കൂടി ഒരു കോൺസെൻട്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിൽ മാത്രം പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇനി എന്തുണ്ടാവും, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഉണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? പഠിച്ച് കഴിയാണ്ട് ബുക്ക് തൊടാൻ പറ്റിയില്ല അങ്ങനെയുള്ള ആൾക്കാർ ലാസ്റ്റ് മൊമെൻറ്റിൽ നോക്കുമ്പോൾ ഒന്ന് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും എന്തുണ്ട്, ഓരോ ടാർഗറ്റഡ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹൈ സ്കോറിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിലൂടെ കടന്നു പോകുക. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ എക്സാമിന് ഉണ്ടായിരിക്കും, അതിന് ഒരു സംശയവും ഇല്ല. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ഡീറ്റെയിൽസ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു.
ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന് ഓൺലൈൻ കോച്ചിങ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ.